മ്യൂച്വൽ ഫണ്ടുകൾ സെയിൽ ചെയ്യുമ്പോൾ അതിന് ടാക്സ് വരുമോ? ടാക്സ് വരുവാണെങ്കിൽ എത്ര റേറ്റ് ആണ്? അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ സ്വിച്ച് ഓവർ ചെയ്യുമല്ലോ ഒരു സ്കീമിൽ നിന്ന് വേറെ സ്കീമിലേക്ക്, ആ സമയത്ത് നമുക്ക് ടാക്സ് വരുമോ? ഇതിനെപ്പറ്റി പലർക്കും സംശയമുണ്ടല്ലോ. സാധാരണയായിട്ട് ഇക്വിറ്റി ഫണ്ടുകൾ രണ്ട് രീതിയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട്, രണ്ട് നോൺ ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ടുകൾ. ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ ആ ഫണ്ടുകളിൽ 65% കൂടുതൽ അവർ ഇക്വിറ്റി ഷെയർസിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ കാര്യമാണ് പറയുന്നത്. അല്ലാത്ത കേസുകളിൽ ഡെപ്റ്റ് ഫണ്ടോ അങ്ങനെ ഏതെങ്കിലും ഫണ്ടുകളായിരിക്കും നോൺ ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഈ ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ടുകളുടെ ആ യൂണിറ്റ്സുകൾക്കാണെങ്കിൽ നമ്മൾ ഒരു വർഷത്തിൽ കൂടുതൽ 12 മാസത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ അത് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിട്ടും, ഒരു വർഷത്തിൽ കുറവാണ് ഹോൾഡ് ചെയ്യുന്നത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിട്ടുമാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇവരുടെ ടാക്സ് റേറ്റും വ്യത്യാസമുണ്ട്. ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ 10% ടാക്സും പ്ലസ് സെസ്, അത് 10.4% അവർക്ക് ടോട്ടലായിട്ട് ടാക്സ് വരിക. അത് തന്നെ 1 ലക്ഷം വരെ ഒരു വർഷം നമുക്ക് ഡിഡക്ഷൻ ഉണ്ട്. 1 ലക്ഷത്തിന് മുകളിലുള്ള ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റിന് മാത്രമേ ടാക്സ് വരികയുള്ളൂ. ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റിന് അങ്ങനെയല്ല. അവിടെ 15% പ്ലസ് സെസ്, 15.6% ആണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ വരുന്നത്, അത് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട് ആണെങ്കിൽ. പിന്നെ നമ്മൾ നോൺ ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ടുകളെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അവിടെ ഹോൾഡിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ 3 വർഷമാണ്. അതായത് 36 മാസത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്താൽ മാത്രമേ അത് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയി വരികയും അതിന് ടാക്സ് വ്യത്യാസമുള്ളൂ. പിന്നെ 3 വർഷം താഴെയാണ് ഹോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതെങ്കിൽ അവിടെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് യൂഷ്വൽ ടാക്സ് റേറ്റ് ആണ്. അതായത് ആ വ്യക്തിക്ക് എത്ര ശതമാനം ടാക്സ് ആൾക്ക് വരുമോ, അതായത് 5% അല്ലെങ്കിൽ 10 ആയിരിക്കും, 20 ആയിരിക്കും, അല്ലെങ്കിൽ മാക്സിമം 30% ടാക്സ് വരുമല്ലോ, അതിനായിരിക്കും സ്ലാബ് വരുന്നത്. ആ സ്ലാബിലാണ് 30 പ്ലസ് സെസ് 31.2% ടാക്സ് ഈ ഷോർട്ട് ടൈമിന് വരും. ലോങ് ടൈമിനാണെങ്കിൽ വ്യത്യാസമുണ്ട്. നോൺ ഇക്വിറ്റി ഫണ്ടിന് അതായത് 20%, 20% വിത്ത് ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞാൽ. ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈസ് ഇൻഡെക്സ്, അതായത് ഇൻഫ്ലേഷൻ വരാറുണ്ടല്ലോ ധാരാളം എല്ലാ വർഷവും. നമ്മൾ ഇപ്പൊ ഇന്ന് ഒരു 10 രൂപയ്ക്ക് വാങ്ങിച്ചൊരു യൂണിറ്റ് ഒരു 3 വർഷം കഴിയുമ്പോൾ ഒരു 50 രൂപയോ അല്ലെങ്കിൽ 40 രൂപയൊക്കെ വരാമല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ റേറ്റിൽ വേരിയേഷൻ വരുമല്ലോ. ഒരാൾ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ സെയിൽ പ്രൈസിൽ നിന്ന് കോസ്റ്റ് കുറയ്ക്കുകയാണ്. ഇപ്പൊ ഈ കേസുകളിലാണെങ്കിൽ ഒരു 80 രൂപയ്ക്ക് വിൽക്കുകയാണെന്ന് വിചാരിച്ചു. നോൺ ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ടുകൾ നമ്മൾ 80 രൂപയ്ക്ക് വിൽക്കുകയാണ്. അത് നമ്മൾ 10 രൂപയ്ക്ക് വാങ്ങിച്ചായിരിക്കും വിചാരിച്ചു ഒരു 5 വർഷം മുമ്പ്. അങ്ങനെയുള്ള കേസിൽ ആ ഡിഫറൻസ് 80 നിന്ന് 10 കുറച്ച് ആ 70 രൂപയ്ക്കായിരിക്കും നമ്മൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുക, അതിന് ടാക്സ് അടയ്ക്കേണ്ടത്. പക്ഷേ ഇതിനാണ് നമ്മൾ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഉണ്ട്. അതായത് ഇന്ന് ഒരു യൂണിറ്റ് 10 രൂപയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പോൾ അത് ചെറിയ വിഷയം 30 അല്ലെങ്കിൽ 40 ആവുമല്ലോ. അപ്പോൾ ആ ഡിഫറൻസ്, അത് 50 ആവുമെന്ന് വിചാരിക്കുമോ? നമ്മൾ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് കഴിയുമ്പോൾ 50 രൂപ ആവുമെന്ന് വിചാരിക്കുമോ? അങ്ങനെയുണ്ടെങ്കിൽ ഈ 80 രൂപയിൽ നിന്ന് 50 രൂപ കുറച്ചിട്ട് ബാക്കി വരുന്ന 30 രൂപയ്ക്ക് മാത്രമേ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. അതിന് 20% ആണ് ടാക്സ് നോൺ ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ടുകൾക്ക്. അതുപോലെ സ്വിച്ചിങ്ങിന് പറയാം. സ്വിച്ചിങ് ഇത് തന്നെയാണ്. സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു റിഡീം ചെയ്യുകയോ അല്ലെങ്കിൽ സെയിൽ ചെയ്യുകയാണ്, വേറൊരു യൂണിറ്റ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ്. ആ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ സെയിൽ പ്രോസസ് തന്നെയാണ്. പല ആൾക്കാരും വിചാരിക്കും നമ്മൾ കയ്യിൽ കിട്ടുന്നില്ലല്ലോ, ട്രാൻസ്ഫർ ആയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് ഇവിടെ മാറുന്നതല്ലേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല. അത് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ, ഇൻകം ടാക്സ് സൈറ്റിൽ കയറി നോക്കുക, ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ അത് സെയിലായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ആ ഇൻകം കാണിക്കാതെ പലരും റിട്ടേൺ ഫയൽ ചെയ്യാറുണ്ട്. സാലറി ഉള്ള ആൾക്കാർക്ക് പലയിടത്തും മ്യൂച്വൽ ഫണ്ടുകളുണ്ടല്ലോ, അവർ സെയിൽ ചെയ്യുമ്പോൾ സാലറി ഇൻകം മാത്രം കാണിച്ച് റിട്ടേൺ ഫയൽ ചെയ്യും. പക്ഷെ അവർക്കെല്ലാം നോട്ടീസ് വരും. അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടി എടുത്ത് നോക്കുക. അത് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ സെയിൽ നടത്തിയിരിക്കുന്നത് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിച്ചിട്ടില്ലെങ്കിൽ കാണിക്കുക. ഇപ്പോൾ ഓൾറെഡി റിട്ടേൺ ഫയൽ ചെയ്ത് ആൾക്കാർക്ക് പോലും നമുക്ക് ആ റിട്ടേൺ എടുത്ത് റിവൈസ് ചെയ്യാം. ടാക്സ് അടയ്ക്കാൻ ടാക്സ് അടയ്ക്കുക, അല്ലെങ്കിൽ ഇൻകം ഡിസ്ക്ലോസ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് ഭാവിയിൽ ഒരു പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മ്യൂച്വൽ ഫണ്ടുകളുടെ കേസുകളിൽ നമുക്ക് ടാക്സ് സേവ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഒരു വർഷം 1 ലക്ഷം രൂപ കിട്ടുമല്ലോ. അപ്പൊ നമ്മൾ ലോങ് ടൈം ക്യാപിറ്റൽ ആക്കാൻ ശ്രമിക്കും പരമാവധി. 12 മാസത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്യണം, ലോങ് ടൈം ആവുമല്ലോ. എന്നിട്ട് ഓരോ വർഷവും നമ്മൾ 1 ലക്ഷം വെച്ച് വിഡ്രോ ചെയ്യുക. അത് ക്യാപിറ്റൽ ഗെയിനായിട്ട് 1 ലക്ഷം രൂപ എന്തായാലും നമുക്ക് ടാക്സ് ഫ്രീ ആണല്ലോ. അങ്ങനെ 3-4 വർഷം ഓരോ വർഷം നമുക്ക് 5 ലക്ഷം ഓരോ ലക്ഷം വെച്ച് കുറയ്ക്കാമല്ലോ. അപ്പോൾ തന്നെ നമുക്ക് കുറെ ടാക്സ് സേവ് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി ടാക്സ് പ്ലാൻ ചെയ്ത് കുറച്ച് നന്നായിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ ധരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ മെയിലിലേക്ക് വിടാവുന്നതാണ്. cntaxtalks@gmail.com. നന്ദി.